ഹലോ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഇൻഡിജിനസ് പ്രോഡക്ട്സിനെ പറ്റിയാണ്. ഇൻഡിജിനസ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പല പല ബ്രാൻഡ്സും അതിനുണ്ട്. ബ്രാൻഡിൻ്റെ പുറകെ പോകുന്നതല്ല, ആ ബ്രാൻഡിൽ വരുന്നതെല്ലാം അവർ സോഴ്സ് ചെയ്യാണ് പല സ്ഥലത്തു നിന്നും. ഫാബ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ കുർത്ത അവിടെ നിന്നാണ്. ഫാബ് ഇന്ത്യ കുർത്തയാണ്. ഞാൻ അധികവും ഇടുന്ന കുർത്തീസ് എല്ലാം ഞാൻ അങ്ങനെ വാങ്ങിക്കുന്നതാണ്. ചിലതൊക്കെ ഞാൻ തുന്നിക്കാറുള്ളൂ. സോ അതാകുമ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ് പുറകെ പോകുന്നതല്ല, ക്വാളിറ്റിക്ക് വേണ്ടിയാണ്. ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ പുറകിലൊന്നും പോകാൻ പാടില്ല എന്ന്. അതെന്തുകൊണ്ടാണെന്ന് പറയട്ടെ. നേരത്തെ ഒരു റീല് ഞാൻ ഇട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതിനകത്ത് ഞാൻ പറഞ്ഞു, മുകേഷ് അംബാനി പോകുന്ന കണ്ടിട്ടില്ലേ, അദ്ദേഹത്തിന് ഒരു ശ്രദ്ധയില്ല, ഒരു ഫുൾ കയ്യൻ ഷർട്ടും ഇട്ടിട്ട്. അത് അവരുടെ റിലയൻസ് ബ്രാൻഡ് വല്ലതും ആയിരിക്കും, പക്ഷേ സ്റ്റിൽ വെൻ ഹി ലുക്ക് സോ സിമ്പിൾ. അന്ന് അദ്ദേഹത്തിന് കോൺഫിഡൻസും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിന് പകരം കണ്ടിട്ടില്ലേ, എന്താ അല്ലേ കാണിച്ചു വിട്ടണേ. അപ്പോൾ ഓക്കെ, നമ്മളെല്ലാവരും രസിക്കും, കാണുമ്പോൾ നന്നായിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ മിഡിൽ ക്ലാസ്സുകാർ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്, ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ റിച്ചിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവർക്ക് ചിലപ്പോൾ ദാറ്റ്സ് ദ വേ, അവർ വെൽത്ത് ഉണ്ടെന്ന് കാണിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ബെൻസ് കാറിലാണ് വന്ന് ഇറങ്ങുന്നതെങ്കിൽ അതിൻ്റേതായ ഒരു വിലയുണ്ട്, അവരെ ആൾക്കാർ വിശ്വസിക്കും, ബിസിനസ് നടത്തുന്നവരെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. പിന്നെ നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോഴാണെങ്കിലും ഒരു ബ്രാൻഡ് നമ്മൾ നോക്കും, ഓ ശരി ഭീമ. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണോ? അങ്ങനെ ഇല്ല. അതുപോലെ തന്നെ എല്ലായിടത്തും, കാരണം അതിനൊരു സ്റ്റാൻഡേർഡ് സിസ്റ്റം വന്നു കഴിഞ്ഞു. സ്വർണത്തിനൊക്കെ 916 അതെല്ലാം വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഇപ്പോൾ സ്വർണം തന്നെയാണ് അല്ലേ. ഓൺലി തിങ് യു വിൽ ഗോ ഫോർ ഡിസൈൻസ്. പല സ്ഥലങ്ങളിൽ അവർ ഡിസൈൻ നന്നാക്കാൻ നോക്കും, അങ്ങനെ അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ബ്രാൻഡായിരിക്കണം എല്ലാം. ബ്രാൻഡെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തിനാണ് ഈ ബ്രാൻഡിൻ്റെ പുറകെ പോയെന്ന് എനിക്ക് തോന്നിയത്, ഒത്തിരി വർഷം അത് നിൽക്കും, കീറിയാലൊന്നും പോവേയില്ല. എൻ്റെ കയ്യിൽ സാരികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതുപോലെയാണ് സാരീസ്. ഞാൻ പറഞ്ഞ പോലെ അതൊരു എയർലൂമായിട്ട് നമുക്ക് വെക്കാം അല്ലേ, എൻ്റെ മകളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പാഴായതായിട്ട് കാണുന്നില്ല കേട്ടോ. അതേസമയം നമ്മൾ ഈ ബ്രാൻഡഡ് ബാഗ്സും ചെരുപ്പുകളും ഒക്കെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്നില്ലേ, അത് കുറച്ച് ബാലിഷാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബ്രാൻഡഡ് ചെരുപ്പ് വാങ്ങാൻ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് ഒരെണ്ണം വാങ്ങിച്ചാൽ അതായിരിക്കണം ആ പേർപ്പസിന്. സപ്പോസ് ഇപ്പോൾ ഒരു സാൻഡലാണ് നമ്മൾ വാങ്ങിക്കുന്നത്, മഴയത്തിടാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ സാൻഡൽ കേട്ടോ, പ്ലാസ്റ്റിക് അല്ല, റബ്ബറിൻ്റെ സാൻഡലാണ് മഴയത്തിടാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അത് പല നല്ല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഞാൻ വന്ന് അത് ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയല്ലോ, നമുക്ക് 2-3 മഴക്കാലത്തേക്ക് അതുണ്ടാകും. പിന്നെ ഒരു നല്ലൊരു ഫുട്വെയർ വെൻ യു ഹാവ് ടു ഗോ ടു സം ഫങ്ഷൻസ്, അതൊരു ലെതറിൻ്റെ ഫുട്വെയർ. ഓഫീസിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷൂസ്, അല്ലെങ്കിൽ ഒരു ലേഡീസ് ആണെങ്കിൽ ഒരു ഹാഫ് ഷൂസ്, ഒരു ഫുൾ ടൈപ്പ് ഷൂസ്. പിന്നെ ഇതെല്ലാം ബ്രാൻഡിൻ്റെ വാങ്ങിച്ചോളൂ കേട്ടോ. കാരണം എന്താണെന്നറിയോ, ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞ് ഉണ്ടാക്കിക്കാനാണെങ്കിലും ഇത് കൊണ്ടുപോയി കാണിച്ച് തുന്നിച്ച് തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, നോ പ്രോബ്ലം. അതിന് നമ്മൾ ബ്രാൻഡായിട്ട് നോക്കണ്ട. അതും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണത് ഉണ്ടാക്കി തരുന്നവരുണ്ടെങ്കിൽ അവരെ സമീപിച്ചോളൂ. കാരണം എല്ലാവർക്കും ബ്രാൻഡഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ആ പേരിന് വേണ്ടിയിട്ടും കൂടെ കുറേ പൈസ പോകുമല്ലോ. ഞാനതെന്തുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ക്യാച്ചിങ് അപ്പ് വിത്ത് ജോണസ് എന്ന് പറയത്തില്ലേ, എന്താ പറയുക അതിന്, അങ്ങനെ ഒരു സേയിങ് ഉണ്ടല്ലോ. കുറച്ച് നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചില ഗിമിക്സ്, നേരത്തെ പറഞ്ഞ ബെൻസ് കാറിൽ വന്നാലാണ് ബിസിനസ്സുകാർക്ക് ബിസിനസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ബിൽഡറാണെങ്കിൽ ആ ബിൽഡറെ ആൾക്കാർ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടെക്നിക്കിലാണ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കി തരുന്ന കോബ്ലേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോയല്ലോ. ഞാൻ പണ്ട് കോബ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു മദ്രാസിൽ. അത് നന്നായിട്ട് ഒരുപാട്, അതിനകത്ത് ബ്രാൻഡല്ല, അവരുടെ തന്നെ ബ്രാൻഡാണ് അത്. പിന്നെ നമ്മൾ സിൽക്കോൺ, കിങ്സ്, ഇതൊക്കെയായിരുന്നു എറണാകുളത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം വന്നിട്ട് ഇതാണ് ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ കാരണം ജർമ്മനിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്കൊക്കെ കൂടുതൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി. ഒത്തിരി വർഷങ്ങൾ ഞാൻ കൊലാപ്പൂരിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ബിക്കോസ് ഐ കുഡ് ഓൺലി എഫോർഡ് ദാറ്റ്. അപ്പം നമ്മുടെ അഫോർഡബിലിറ്റി അനുസരിച്ച് കൊലാപ്പൂരിക്ക് എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കും ഉണ്ട്. നമുക്ക് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയാലേ, ബാംഗ്ലൂരിൽ ഒരുപാട്, നിങ്ങളുടെ മക്കളൊക്കെ അവിടെ ബാംഗ്ലൂരിൽ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു നല്ല വാക്കിംഗ് ഷൂസ്, നല്ല ബ്രാൻഡ് ഞാൻ പറയുന്നില്ല കേട്ടോ, വാങ്ങിച്ചാൽ
ബാറ്ററിയും നല്ല ബ്രാൻഡാണല്ലോ. നല്ലൊരു ഷൂസ് വാങ്ങിച്ചാൽ കുറേ നാൾ നിൽക്കും. എൻ്റെ ഷൂസ് നൈക്കിയാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കാല് ഒരുപാട് നന്നായിട്ട് സംരക്ഷിക്കാവുന്ന രീതിയിലുള്ള ടെക്നോളജി ആണെന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ അഡിഡാസ്, ഇതൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ മകൾക്ക് അഡിഡാസാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ 5 വർഷമായി അവളത് യൂസ് ചെയ്യണം. 8 വർഷമായി മോളത് യൂസ് ചെയ്യുന്നു. കാരണം അങ്ങനെ ഉപയോഗിച്ചിട്ട് മാറ്റുമ്പോൾ മേ ബി അത് വാങ്ങിച്ചപ്പോൾ നമുക്കൊരു 8,000 ആണെങ്കിൽ 8 വർഷത്തെ വാല്യൂ എന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് ബ്രാൻഡ് വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ വാച്ചസ്, ഞങ്ങളെല്ലാവരും ഓരോ വാച്ച്. മോൾക്ക് വാങ്ങിച്ചിട്ടില്ല. സ്റ്റുഡൻസിന് ബ്രാൻഡഡിൻ്റെ വാച്ചിൻ്റെ ആവശ്യമില്ല എന്നാണ് മോള് പറയുന്നത്. ബിക്കോസ് എവിടെ ഷോ ഓഫ് ചെയ്യാനാണ്? കാകദൃഷ്ട്യ ഭഗധ്യാനം, പിന്നെന്താണ്, അല്പാഹാരം ജീർണവസ്ത്രം കാകദൃഷ്ട്യ ഭഗധ്യാനം ഏവം വിദ്യാർത്ഥി ലക്ഷണം എന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് വളരെ ചുരുങ്ങിയ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയമാണ് വിദ്യാർത്ഥി ജീവിതം. കാരണം നമ്മുടെ പേരൻസ് തരുന്ന പൈസയല്ലേ, അത് ബ്ലോട്ട് ചെയ്യാതെ ജീവിക്കുക. ആഹാരത്തിന് വേണ്ടി കഴിച്ചോളൂ. അതും ഈ പറഞ്ഞ പോലെ നല്ല ആഹാരങ്ങളെ കഴിക്കാവുള്ളൂ. തട്ടുകട അധികം ഒഴിവാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേച്ചിയെ കുറച്ച് ദിവസം തട്ടുകട നടത്തുന്ന ചേച്ചിയെ വാച്ച് ചെയ്യുക എന്താ ചെയ്യുന്നതെന്ന്. അവർ വൃത്തിയായിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു തട്ടുകട കണ്ടാൽ അവിടെ പോയി കഴിച്ചോളൂ. പക്ഷേ നിങ്ങളൊരു 3-4 ദിവസം വാച്ച് ചെയ്യണം. എന്നാലും അവർ സെർവ് ചെയ്യുന്ന ഫുഡ് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കഴിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലേ. ചിലപ്പോൾ കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതല്ലെങ്കിൽ. അപ്പം സ്വിച്ച് ചെയ്തോളൂ, ഗോ ടു സം അതർ റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യൂ. അധികം കുട്ടികൾക്ക് ഇപ്പോൾ 4-5 പേര് കൂടിയാണ് താമസിക്കുന്നതെങ്കിലേ അവർക്ക് കുക്ക് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് കുക്ക് ചെയ്തുകൂടാ? ഓരോരുത്തരും ഓരോ ഡിഷ് ഉണ്ടാക്കുക, എല്ലാം ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ പറഞ്ഞു വന്നത് ബ്രാൻഡഡ് ഐറ്റംസും ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റ്സും എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മുടെ കീശ കീറാത്തോടത്തോളം കാലം അവരുടെ കീശ വീർത്തുകൊണ്ടിരിക്കും അല്ലേ നമ്മൾ അവിടെ പോയി വാങ്ങിക്കും തോറും. പിന്നെ ഈ ഐറ്റംസ് വാങ്ങിച്ചാലേ, ഇപ്പോൾ ഫാബിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അത് ഡീഗ്രേഡബിളാണ്, മണ്ണിലോട്ട് അലിഞ്ഞു പൊക്കോളും. പണ്ട് മഹാത്മജി പറഞ്ഞ പോലെ കൈകൊണ്ട് തുന്നുന്ന അല്ലെങ്കിൽ ഹാൻഡ് ലൂംസാണത്. അപ്പോൾ അതുകൊണ്ട് ആ നൂല് ഭൂമിയിൽ നിന്നുണ്ടായതാണല്ലോ, കോട്ടൺ നൂലുകളൊക്കെ ആണല്ലോ. ആ നൂല് ഭൂമിയിൽ ഡിസിൻറ്റഗ്രേറ്റ് ആയിട്ട് പോയിക്കോളും. അതേസമയം പോളിയസ്റ്റർ, ബാൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭൂമിയിലേക്ക് ഇപ്പോൾ മറ്റേ ഹൈ എൻഡ് നമ്മുടെ എന്താ പറയുക, അതിന് പറയണത് എന്താ, ലിനൻ വന്നിട്ടില്ലേ, ഭയങ്കര ഡ്യൂറബിലിറ്റിയുമാണ്. ആ ലിനൻ വളരെ പെട്ടെന്ന് ഇത് ഭൂമിയിൽ ചേരുന്ന ഒരു വസ്തുവുമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒന്ന് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലാണ്. പിന്നെ ചില സമയത്ത് നമുക്ക് ഡ്യൂറബിലിറ്റി നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കും കുറച്ച്. എന്നാലും കഴിയുന്നതും നമ്മൾ ഭൂമി ദേവിക്ക് ഭാരമാകാതിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക. ഞാൻ ശ്രമിക്കുന്നുണ്ട്, കുറേ ശ്രമിക്കാറുണ്ട്. മിക്കവാറും തന്നെയുള്ള സാധനങ്ങൾ ഡ്യൂറബിലിറ്റി നോക്കും വാങ്ങിക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാൻഡ് ഫില്ലിലേക്ക് പോകുന്നത് കുറച്ചല്ലേ ആവുള്ളൂ. ഞങ്ങളുടെ അവിടെ മദ്രാസിൽ ഞങ്ങൾ വാങ്ങിച്ച വില്ലയുടെ അടുത്ത് പള്ളിക്കരണ എന്ന് പറഞ്ഞിട്ട് ഒരു മാർഷ് ലാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മാർഷ് ലാൻഡിൻ്റെ ഭൂരിഭാഗവും ലാൻഡ് ഫില്ലായിപ്പോയി. എന്ന് പറഞ്ഞാൽ മാർഷ് ലാൻഡ് എന്ന് പറഞ്ഞാൽ പല രാജ്യത്തു നിന്നാണ് പക്ഷികൾ വരുന്നത്. അതൊരു ഇങ്ങനെ പക്ഷികൾ വന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സ്ഥലമാണ്. അവരുടെ അവിടെ തണുപ്പ് കാലം വരുമ്പോഴേക്കും ഈ സൈബീരിയൻ കൊക്കുകളൊക്കെ പറന്ന് വരും, ഫ്ലെമിംഗോസൊക്കെ വരും അവിടെ. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അത്. ഇപ്പോൾ ഒരുപാട് ഇതില്ലേ, എന്താ പറയണേ, അഴുക്കുകൾ ഇവിടെ കൂടിക്കഴിഞ്ഞപ്പോൾ പട്ടണത്തിൽ സിറ്റിയിൽ കുറേ ആളുകൾ താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു ലാൻഡ് ഫില്ലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ജപ്പാൻ ടെക്നോളജി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ആളുകൾ. അതായത് നമുക്കിത് ഈ ലാൻഡ് ഫില്ലിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് റോക്സാക്കി മാറ്റി അത് ഒരു ഹില്ലാക്കി, ആ ഹില്ലിൽ കൂടി ഇങ്ങനെ ആളുകൾക്ക് എന്താ പറയുക, ഹില്ലിൽ പോകാൻ വേണ്ടിയിട്ടേ, മൗണ്ടനിയറിംഗ് എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഒരു ട്രെക്കിങ്ങിന് പോകാനും പിന്നെ ഒരു സൈക്കിൾ പാത്തൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് നടക്കുമായിരിക്കും. അത് നടന്നു കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും. ഞാൻ പിന്നെ അവിടെ പോയി സെറ്റിലാകുമ്പോൾ വീടടുത്തുണ്ടല്ലോ, അവിടെയൊക്കെ നടക്കാൻ പോകാം. പ്രകൃതിയോട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രകൃതി ആണെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയൂല്ലേ. സോ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഭ്രാന്ത് കേട്ടോ. ബ്രാൻഡ് ഭ്രാന്ത് കൊണ്ട് ചിലരെല്ലാം പാപ്പരായ അനുഭവങ്ങളുണ്ട്. അവരുടെ വീട്ടിലിരിക്കുന്ന ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒരു എണ്ണം നമ്മളൊന്ന് ആദ്യം മുതലേ ഇരുന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മൈ ഗോഡ്, അത് ആ പൈസ മതി അവർക്കൊരു വീട് മേടിക്കാനോ അല്ലെങ്കിൽ ലോൺ എടുക്കാനോ വേണ്ടിയിരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു സാധാരണക്കാരന് ഒരു വീട് വാങ്ങിക്കാനായിട്ട് 20-25 വർഷം മുമ്പ്
ഒരു 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല ഡീസൻ്റ് അപ്പാർട്ട്മെൻറ്റ് കിട്ടും. ബാംഗ്ലൂരൊക്കെ നല്ല ഡീസൻ്റ് അപ്പാർട്ട്മെൻറ്റ് 2 BHKയുടെ 20 ഉണ്ടെങ്കിൽ നല്ലതായിട്ട് കിട്ടും. 3 BHK വരെ കിട്ടുമായിരുന്നു 95 ആ സമയത്തൊക്കെ. ആ സമയത്ത് ഇപ്പോൾ മന്ത്ലി വന്നിട്ട് നമ്മളൊരു 15,000 വെച്ചിട്ട് നമ്മൾ 20 വർഷത്തേക്ക് ലോൺ എടുത്ത് ആണ് നമ്മൾ വീട് വാങ്ങിക്കുന്നതെന്നിരിക്കട്ടെ. ആ സമയങ്ങളിൽ 10,000 രൂപയുടെയും ഒക്കെ ചിലവുകൾ മാസം ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹോട്ടൽ എല്ലാം കൂടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഹോട്ടൽ എക്സ്പെൻസസ്, പിന്നെ ഷർട്ട്, പാൻസ് അല്ലെങ്കിൽ ഷൂസ്, ഇതിങ്ങനെ മാറി മാറി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്നറിയോ? അവർക്ക് അവരുടെ അണ്ടർവെയർ പോലും സ്പോൺസേർഡായിട്ട് വരേണ്ട അവസ്ഥയായിട്ടുണ്ട്. ഫ്രണ്ട്സ് തന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എങ്ങനെയൊക്കെയോ ഡിപ്ലീറ്റ് ആയിപ്പോയി. പണം മരത്തിൽ കായ്ക്കുന്നതല്ലല്ലോ. പണം മരത്തിൽ കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അങ്ങനെയുള്ള രീതിയിൽ അത് മണി ട്രീ നമ്മൾ ഉണ്ടാക്കണം അല്ലേ? പണം എങ്ങനെയാണ് മരത്തിൽ കായ്ക്കുക? അതനുസരിച്ച് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന 20,000 10,000 നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിച്ചോളണം. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാഷ് ആയിട്ടൊന്നുമല്ല ഞാൻ സൂക്ഷിക്കുന്നത്. ഞാൻ എപ്പോഴും ഇതുപോലെ ഞാൻ വീട് വാങ്ങിച്ചിട്ട് അതിൽ പൈസ കെട്ടി തീർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നാളെ എന്തെന്നുള്ള ഐ ഹാവ് മൈ ഓൺ ഐഡിയാസ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. കാരണം എന്താണെന്നറിയോ? റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭൂമിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ എൻക്രോച്ച്മെൻ്റ് ഉണ്ട്. എൻക്രോച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്നു പോകുന്ന, നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എൻക്രോച്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള എൻക്രോച്ച്മെൻ്റാണ് സിറ്റീസിലൊക്കെ കാണപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ആൾ കുറച്ച് സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടു മദ്രാസിൽ, കുറച്ച് റിമോട്ടായിട്ടുള്ള ഏരിയയിൽ. സ്ഥലം വാങ്ങിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിന് നല്ല വിലയുണ്ട്. ഏകദേശം 50 ലക്ഷം രൂപയോളം കിട്ടും അത് വിറ്റ് കഴിഞ്ഞാൽ. ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ അയാൾ വളരെ ചെറിയ എമൗണ്ടിന് വാങ്ങിച്ചതാണ്, പണ്ട്. അപ്പോൾ ഇയാളുടെ മനസ്സിൽ കൺകൂട്ടൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ സ്ഥലം ഉണ്ടല്ലോ അത് വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങാം, അവരുടെ വൈഫിനൊരു ബൂട്ടിക്ക് തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അങ്ങനെ ചെയ്യാം. വസ്ത്രങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും ആവശ്യമാണല്ലോ, അത് ചീത്തയായി പോകുന്ന സാധനമല്ല. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യവും അതാണ്, എന്നാൽ അത് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം അത് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു ആ സ്ഥലം ഇരിക്കുന്നിടത്ത് ഒരാളുടെ വീടും കുറേ വലിയ ഒരു കോമ്പൗണ്ടൊക്കെ, അത് ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. പിന്നെ പല രീതിയിലും അന്വേഷിച്ച് രജിസ്ട്രാറിൻ്റെ അടുത്തൊക്കെ ചെന്നപ്പോൾ ഞാനാണ് പോയത്. ഞാൻ ഇദ്ദേഹം എൻ്റെ കൂടെ എനിക്ക് വക്കാലത്ത് തരുമായിരുന്നു, അതൊക്കെ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ആ വക്കീൽ, ഞാൻ സംസാരിക്കാം നിങ്ങളോടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾ എന്നെ, രജിസ്ട്രാർ തന്നെയായിരുന്നു കേട്ടോ ആ സമയത്ത്. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അതെ ഇതൊന്ന് മേടിക്കാൻ ആൾ വന്നിട്ടുണ്ട്, ഇതിൽ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ഗസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ തലവൻ്റെ വീടാണ്. അവർക്ക് അത് ആൾ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് അവർ വാങ്ങിക്കാതിരുന്നത്. സോ ദേ വിൽ ബൈ ദിസ് പ്രോപ്പർട്ടി ഫ്രം യു എന്ന് പറഞ്ഞു. യു എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഞാൻ ആ ക്ലയൻറ്റിനോട് പറഞ്ഞപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. എൻ്റെ മാഡം എത്ര രൂപയാണെങ്കിലും ആയിക്കോട്ടെ, അത് രജിസ്റ്റർ ചെയ്ത് ഞാൻ കൊടുത്തേക്കാം, എനിക്ക് ആ പൈസ കിട്ടിയാൽ മതി, എത്രയാണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ. അവർ ഈ കൃത്യം പകുതി വില, അതായത് മാർക്കറ്റ് വിലയൊന്നുമല്ല, അവിടുത്തെ സാധാരണ ഇതിനകത്തുള്ള പേപ്പർ വാല്യൂ ഉണ്ടാവുമല്ലോ, അതിനുള്ളത് മേടിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായി, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരവസ്ഥയായി. അപ്പം ചില ശക്തികളോടൊന്നും നമുക്ക് ഏറ്റുമുട്ടാനോ നമുക്കതിനെ പറ്റിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ, അതുകൊണ്ടാണ് ഞാൻ, സാധാരണക്കാരല്ലേ നമ്മളൊക്കെ, സോ എനിക്കറിയാവുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലാറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റിൽ റെൻറ്റ് കിട്ടും, അങ്ങനെ ഒരു സാധാരണ രീതിയിൽ. പിന്നെ എനിക്കിപ്പോൾ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഐ ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി, ബിൽഡിങ്ങിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഓക്കെ ആയിക്കോട്ടെ, റെൻറ്റിന് വരുമ്പോൾ വന്നോട്ടെ, അങ്ങനെ വിചാരിച്ചിരിക്കണം. ബട്ട് ദർ ഇസ് എ റിസ്ക് ഫാക്ടർ ചെയ്യാനുള്ളവർ അതൊക്കെ ചെയ്തോളൂ. ഞാൻ എൻ്റെ ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഈ കാര്യത്തിൽ നിങ്ങൾ പ്രോപ്പർട്ടി ബ്രാൻഡ് വാല്യൂ നോക്കിക്കോളൂ. ഇവിടെയാണ് ബ്രാൻഡിൻ്റെ ഹെൽപ്പ് വരുന്നത്. ഞാൻ അതിനാണ് ആദ്യം ഈ ബ്രാൻഡ്സിനെ പറ്റി തുടങ്ങിയിട്ട് എവിടെയാണ് ബ്രാൻഡ്സ് നല്ലതായിരിക്കുന്നതെന്ന് അവസാനിപ്പിക്കുന്നത് കേട്ടോ. ഒരു ബ്രാൻഡഡ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഉണ്ടല്ലോ, യു ക്യാൻ സർവൈവ് ദ മാർക്കറ്റ്. അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും പറയും ഫ്ലാറ്റ് ഡിപ്ലീറ്റ് ആവുകയല്ലേ ചെയ്യണേ. അല്ല, നോക്കിക്കോളൂ, ഇങ്ങനെ ബ്രാൻഡഡ് ഇതിൽ വാങ്ങിച്ച ആളുകളുടെ എല്ലാം ഹൈ ആയിട്ടുണ്ട്.
അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് റൈസെങ്കിലും ഉണ്ടാവും. പിന്നെ അതിൽ മന്ത്ലി നമുക്ക് വരുമാനം കിട്ടും, ബിക്കോസ് അതിനകത്ത് ഒരുപാട് അമ്യൂണിറ്റീസ് ഉണ്ടാകും. ഓക്കെ, ആരെങ്കിലും എന്നെ കേൾക്കുന്നവർക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടില്ല, ചേച്ചി സ്ഥലം മേടിച്ചിട്ടാൽ പെട്ടെന്ന് കയറും എന്നാണെങ്കിൽ ഒരു സ്ഥലം എനിക്ക് പറഞ്ഞു തരൂ. അത് ആ സമയത്തൊക്കെ പെട്ടെന്ന് ഒരു ഭൂമിൻ്റെ വക്കത്ത് ഇരുന്നപ്പോൾ മേടിച്ചവർക്കായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു 25 ലക്ഷത്തിന് നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ കിട്ടുമോ നിങ്ങൾക്ക് സിറ്റിയിൽ? 1 സെൻറ്റ് കിട്ടില്ല അല്ലേ? ഇപ്പോൾ പാലാരിവട്ടത്തോ എടപ്പള്ളിയിലോ തിരുവനന്തപുരത്തോ ഒക്കെ അങ്ങനെ കിട്ടുമോ ഒരു സെൻറ്റ് സ്ഥലം? അങ്ങനെ കിട്ടാൻ സ്ഥലം ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ആരും വിൽക്കുന്നുണ്ടാവില്ല, അതിനകത്ത് കെട്ടിടങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ വിൽക്കുന്നവരുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു 5 സെൻറ്റ് നമ്മൾ 1 കോടിക്കൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്തൊരു വീട് കെട്ടാനായിട്ട് പിന്നെയും വേണ്ടേ പൈസ? അത് കെട്ടിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്നത് 20,000-25,000 ആയിരിക്കില്ലേ വാടക? എത്ര 2.5 കോടിയൊക്കെ ചിലവാക്കിയതിന് ശേഷം കുറച്ച് എടപ്പള്ളി അങ്ങോട്ടൊക്കെ 25-30 കൂടുതൽ കിട്ടുമോ? എനിക്കറിഞ്ഞുകൂടാ. കിട്ടുമെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. വെൽ ഇറ്റ് ഈസ് നൈസ് ടു ഹാവ് യുവർ ഓൺ ഇൻഡിപെൻഡൻറ്റ് ഹൗസ്. ഞാൻ ഇന്നും ഇൻഡിപെൻഡൻറ്റ് ഹൗസ് വേണമെന്നൊക്കെ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ പ്രാക്ടിക്കൽ വേ ഓഫ് തിങ്കിങ്ങിൽ എപ്പോഴും പൂട്ടിയിട്ടിട്ട് വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിങ് ആണല്ലേ. എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ് പിടിച്ചും ബസ് പിടിച്ചും പ്ലെയിൻ പിടിച്ചും ട്രെയിൻ പിടിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളുടെ അടുത്തേക്കും മക്കളെ ഹെൽപ്പ് ചെയ്യാനും അല്ലേ. നമ്മുടെ റിട്ടയർഡ് ലൈഫെല്ലാം നമ്മൾ അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത്? അങ്ങനെ തന്നെയാണ് വേണ്ടതും കേട്ടോ. അല്ലാതെ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയിരിക്കും ഇല്ല. ആരോഗ്യമുള്ളിടത്തോളം കാലം യു ഷുഡ് ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു യുവർ ചിൽഡ്രൻ. അതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ബ്രാൻഡഡ് ഇതാണ്. പിന്നെ ഈ ബ്രാൻഡ് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഒരു ചെറിയ കുഞ്ഞമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ബ്രാൻഡഡ് ടിഫനി ജ്വല്ലറിയും പിന്നെ എന്താ പറയുന്നത് അതുപോലത്തെ ബ്രാൻഡ്സ് ലൈക്ക് വാച്ച് ഒക്കെ കെട്ടിയിട്ട് പോയാൽ അവിടെയുള്ള പാവങ്ങൾ തൊഴാൻ വരുന്നവർ ചില്ലറ പൈസ കുറച്ച് പോലും ഉണ്ടാവാതെ തൊഴാൻ വരുന്നവരുണ്ട് അവിടെയൊക്കെ. ജസ്റ്റ് ഭഗവാനെ കണ്ട് പൂ മാത്രം വെച്ചിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇത് എന്നെ കണ്ടിട്ട് ഇവർ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുമോ? അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ടൊരു എന്താ പറയുക, എന്നെ പുകഴ്ത്തുവോ? ഛേ, വേൾഡ് ഡസൻറ്റ് കെയർ. അത് മാത്രമല്ല അവർക്ക് അറിയാനും വയ്യ അതിനെ പറ്റിയിട്ട്. അറിയുന്നവരുടെ അടുത്ത് പോയാൽ അവർ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യും. ഇപ്പോൾ വേറൊരു പാർട്ടിക്ക് പോകണേ, അതാ അടിപൊളിയായിട്ടുണ്ടല്ലോ, അത് കൊള്ളാമല്ലോ ഈ വാച്ച് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിടിച്ചു നോക്കുമോ? ഇല്ല. പിന്നെ അവിടെ ഒരു ആളുകൾ ജസ്റ്റ് അന്ന് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുമായിരിക്കും, ഇവരൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ള മട്ടിൽ ഒന്ന് കാറ്റഗറൈസ് ചെയ്യും. കാരണം അവിടെ അതിനാണ് വാല്യൂ കൊടുക്കുന്നത്. സോ ഇവിടെ അങ്ങനെയല്ല. നമ്മളൊരു നല്ല വൃത്തിയായിട്ടുള്ള ഡ്രസ്സ്, എന്തെങ്കിലും ഒരു നല്ല ആഠ്യത്വത്തോടു കൂടി പെരുമാറി അവിടെ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് വരുന്നതായിരിക്കും അവിടെയുള്ള ആൾക്കാർ നോട്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ സംസ്കൃതിയിലാണ് അല്ലെങ്കിൽ ഏത് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നനുസരിച്ച് വേണം നമ്മളുടെ പെരുമാറ്റ രീതികൾ മാറ്റാനായിട്ട് അല്ലേ. അവിടെ പോയിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങൾ തന്നെ ആയിരിക്കും അവിടെ. അതേസമയം നിങ്ങൾ മനോഹരമായിട്ട് പുഞ്ചിരിക്കുകയും അവരോട് പോയി കുശലം ചോദിക്കുകയും ചെയ്യുന്നതായിരിക്കും ആ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നല്ലത് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നല്ലത് പറയും, എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. കൊടുക്കുന്നത് കൊണ്ട് നല്ലത് പറയുന്നു, അതിനുവേണ്ടി ഞാൻ കൊടുക്കും, അതൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, നമ്മുടെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കുക. അറിയുന്നവർക്ക് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല, പക്ഷേ കൊടുക്കാൻ ശ്രമിക്കുക. അതും നല്ല ഒരു ഇതാണ്, ഐഡിയ ആണ്. ടു കീപ് ബാലൻസ് ഇൻ യുവർ ലൈഫ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസിങ് വരും, നമുക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാവും. ഞാൻ കാരണം ഇന്നൊരാളുടെ വീട്ടിൽ ഇന്ന കഷ്ടം മാറി, അങ്ങനെ ഒരു സംതൃപ്തി ഉണ്ടാവും ഇല്ലേ. ഇത് എൻ്റെ തോട്ട്സാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തോട്ട്സ് ഉണ്ടാവും. അതൊന്ന് രണ്ടാമത് എന്താ പറയുക, ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് വിചിന്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ടോ. സോ കീപ് തിങ്കിങ് ആൻഡ് കീപ് ഡൂയിങ് തിങ്സ് കോൺഷ്യസ്ലി. മൈൻഡ്ഫുൾനെസ് വേണം എന്തിനും കേട്ടോ. ഗൂഗിളിൽ മൈൻഡ്ഫുൾനെസ് അടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ശരിയാണ്. ഒരു പൂവിനെ കാണുമ്പോൾ ആ പൂവിനെ ഇറുക്കണ്ട, താഴെ വീഴുന്നത് എടുത്ത് മണക്കാൻ നോക്കുക. അതൊരു മൈൻഡ്ഫുൾനെസ്സാണ് കേട്ടോ. ശരി, അപ്പോൾ പിന്നെ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, ബ്രാൻഡ് വേണം, വേണ്ടാന്നല്ല, 1-2 മതി. അല്ലാതെ നമ്മുടെ വെൽത്തോ അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി സാലറി ഡിപ്ലീറ്റ് ചെയ്യുന്ന പോലെയുള്ള ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങിച്ചു കൂട്ടാതിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് മൈ ടേക്ക് അവേ. അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പല കാര്യങ്ങൾ കണ്ട അനുഭവങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളും ഇതുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ താഴെ കുറിക്കുക. താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ്
and those who are just passing by, please subscribe. Thank you.